ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എറണാകുളംകാരുടെ സ്പെഷ്യലായിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല എരിയുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂറെങ്കിലും ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് കോരി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ കളയരുത്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു എണ്ണയിലും നെയ്യിലും കിടന്നിട്ട് ഈ ഒരു ചിക്കൻ ഒരു ചെറിയൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പൊടിയാതെ നോക്കുക. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമായിപ്പോണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദാണ്ട് ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ പീസുകളൊക്കെ ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ചിക്കൻ പീസുകളൊക്കെ കോരി മാറ്റിയ എണ്ണയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വരുന്ന നേരത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ 2 നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാണ്ട് ഈ ഒരു പരുവായി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 3 കപ്പ് കൈമ അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. അപ്പോൾ അതാ ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചോറ്റിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന നേരത്തെ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബിരിയാണി ജീരകം, പെരിഞ്ജീരകം, ജാതിപത്രി ഇത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങായി പോണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂട് വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കിയിട്ടായിരുന്നു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ ചോറ് നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഫ്രിക്കൻ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബിരിയാണി ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചോറ് സെപ്പറേറ്റ്, കറി സെപ്പറേറ്റ്, അങ്ങനെയാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകേണ്ട.